നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ബാക്ക് പാക്കർ അരുണിമയുടെ വീഡിയോ 3-4 എപ്പിസോഡ് ഇന്നായിട്ട് കണ്ടു കിട്ടാം. ഗുവാഹട്ടിമാലയിൽ പോയിട്ടുള്ള വീഡിയോകൾ. അരുണിമയെ എന്തായാലും സമ്മതിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും ധൈര്യമുള്ള പെൺകുട്ടി അരുണിമ തന്നെ. ഭാഷ പോലും അറിയാത്ത ഏതോ രാജ്യത്ത് ചെന്നിട്ട് തനിയെ യാത്ര ചെയ്യുക. അത് ഗുവാഹട്ടിമാലയിലെ ജ്വൽ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു. തനി മലമുകളിൽ നല്ലൊരു റോഡ് പോലും ഇല്ല. അവിടെയൊക്കെ ചെന്നിട്ട് വണ്ടി കിട്ടാതെ ഈ ഭാരം പുറത്ത് തൂക്കി നടക്കുക. എന്നിട്ട് കാണുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ച് അതിലേക്ക് കയറി പോവുക, യാത്ര ചെയ്യുക. അതും നെറ്റില്ലാത്തടത്താണെങ്കിൽ ട്രാൻസ്ലേഷനും നടക്കില്ല. സംസാരിച്ച് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചെന്നുപെട്ട് പരമ ദരിദ്രമായിട്ടുള്ള ഒരു വില്ലേജിൽ ചെന്നുപെട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു. എൻ്റെ പൊന്നേ, അവിടുത്തെ ആളുകൾ, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും കിടക്കുന്ന വീടിൻ്റെ കാര്യം പറയണല്ലേ ഞാൻ. കക്കൂസ്, മുറി എല്ലാം നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ അവസ്ഥയിൽ ജീവിക്കുന്നവർ പോലും അതിനേക്കാളും നല്ല ജീവിതമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം, അതും ഒരു വീഡിയോയിൽ കണ്ടത് എന്താ, മത്തൻ്റെ ഇല പോലത്തെ എന്തോ ഇല പുഴുങ്ങിയിട്ട് അതിൽ മെയ്സിട്ടുള്ളൂ. വേറെ ടേസ്റ്റുള്ളതൊന്നുമില്ല. അത് ഒരു വല്ലാത്തൊരു ദരിദ്രമായിട്ടുള്ള വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ട് ഇത് കൊള്ളാവുന്ന വീടൊക്കെ, നല്ല വീടാണ്, കൊള്ളാവുന്നല്ല നല്ല വീടാണ്. അവർ നല്ല അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അരുണിമയ്ക്ക് ഇടിയിട്ട് കൊടുത്തു. വിശന്ന്, അതായത് തലേദിവസമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഉച്ചയ്ക്ക് കിട്ടിയതാണ്. ആ വെക്കുന്നത് തന്നെ കാണുന്നുണ്ട്. കൊച്ചു കുട്ടികളടക്കം ഒരു 5-8 ആൾക്കാരുള്ളൊരു വീട്. ആ വീട്ടിൽ ചെമ്പരത്തിയില പോലുള്ള കുറച്ച് ഇല ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് ചുമ്മാ തിളപ്പിച്ചിട്ട് അരുണിമയ്ക്ക് കിട്ടി 3-4 ഇല. നമ്മൾ താളിയൊക്കെ ആക്കുന്ന പോലെ ഒരു 5-6 3-4 ഇല, ഇത്തിരി വെള്ളം. അതിന് കൂടെ കഴിക്കാനൊന്നുമില്ല. നമ്മളുടെ ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കിടന്ന് കരയുന്നുണ്ട്. റേഷനരി കിട്ടാനില്ലേ? പലർക്കും റേഷനരിയുടെ രുചി പോരാഞ്ഞിട്ട് കൊണ്ട് എറിഞ്ഞ് കളയുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആദിവാസികൾക്കൊക്കെ ഈ റേഷനരി കൊടുത്തിട്ട് അവർ ഞാൻ പുച്ഛിച്ച് പറയല്ല കേട്ടോ, ഞാനൊക്കെ റേഷനരി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പുച്ഛിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ റേഷനരി കഴിച്ച് തന്നെ വളർന്നത്. എന്നിട്ട് അതിനെ പോരാഞ്ഞിട്ട് അതൊക്കെ എറിഞ്ഞ് കളയുന്നു. അവിടെയാണെങ്കിലോ വെറുതെ എനിക്ക് ഇല മാത്രം, അതും ഒരു നേരം. അവർ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഭക്ഷണത്തിന് യാതൊരു പ്രാധാന്യമില്ല. നമുക്കൊക്കെ എത്ര കഴിച്ചാലും എത്ര നേരം കഴിക്കുന്നു നമ്മൾ? 3 നേരമല്ല, അതിലിരട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഭാഗ്യം ചെയ്തവർ നമ്മൾ തന്നെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിറന്ന നമ്മൾ. ഈ ഗുവാഹട്ടിമാല എന്ന് പറയുന്നത് എവിടെയെന്നറിയോ? സെൻട്രൽ അമേരിക്ക. അവിടുത്തെ സ്ഥിതിയാണ് ഈ പറയുന്നത് കേട്ടോ. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം.